നമസ്കാരം, അഭിലാഷ് ഷോട്ടയാണ്. അപ്പം ആറാട്ടണ്ണൻ ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠനാണ്. എൻ്റെയും അലിൻ ജോസ് പെരേരയുടെയും പിന്നെ മാഹിൻ മോറ്റയുടെയും നിഷയുടെയും എല്ലാം. അപ്പോൾ ആറാട്ടണ്ണൻ്റെ ഒരു വീഡിയോ ഇന്നലെ കണ്ടിരുന്നു. അല്ല, നമുക്കൊരു ജ്യേഷ്ഠൻ പോലെയാണ്. അപ്പോൾ ഇന്നലെ വീഡിയോ കണ്ടു. നമ്മുടെ പെരേര റിവ്യൂ പറയുന്നത് മോശമാണ്, അതായത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അണ്ണൻ പറഞ്ഞ് ഞാൻ കേട്ടു. അല്ല, അത് മീഡിയ തന്നെ സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആറാട്ടണ്ണനും പെരേരെ തോളത്ത് കൈയിട്ട് മാറാത്ത ആൾക്കാരാണ്. ഞാൻ പറയുന്ന കാര്യം കേൾക്കുന്ന ആദ്യം. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോളത്ത് കൈയിട്ട് കിടക്കുന്ന ആൾക്കാരാ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദമാണ്. ആറാട്ടിനെ സംബന്ധിച്ച് ആറാട്ടിനെ എന്തിനാ പറയണ്ടത്? നിനക്ക് റിവ്യൂ അറിയില്ല എന്ന് പറയാൻ? അല്ല, ഞാൻ ചോദിക്കട്ടെ, പുള്ളിക്ക് എന്ത് യോഗ്യത ഉണ്ട്? അത് എന്ത് യോഗ്യത ഉണ്ട്? പറ, എന്ത് യോഗ്യത ഉള്ളത്? ഈ മീഡിയയിലല്ലേ പറയുന്നത്? പറയാ, തുറന്ന് പറയണം. ഞാൻ പറയട്ടെ, പുള്ളീനെ തന്നെ ആൾക്കാർക്ക് പൊതുവേ ഒട്ടുമിക്ക ആൾക്കാരും കോമാളി ഇമേജിലൂടെ കാണുന്നത്. ചിലപ്പോൾ ആൾക്കാർ നല്ല രീതിയിൽ കാണുന്ന ആൾക്കാരും ഉണ്ട്, പകുതി പേര്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത് എനിക്ക് അത്ര പിടിക്കുന്നില്ല. കാരണം പറയാനൊരു റീസൺ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ മാർക്കോന്റെ സ്റ്റൈലിൽ കോട്ടും ഷൂട്ടൊക്കെ ഇട്ട് തിയേറ്ററിൽ പോയി. വനിതയിലല്ല, എനിക്ക് പോകാൻ പേടിയാതെത്തുണ്ട്. മറ്റേ പത്മയിൽ പോയാണ് ഞാൻ ഇന്നലെ കൊടുത്തത്. കാരണം വലിയ സിനിമയ്ക്ക് വേറെ തിയേറ്ററിൽ പോയി ചെയ്യാനാണ് താല്പര്യം. കാരണം നമുക്ക് പബ്ലിക്കായിട്ട് മാറിയൊന്നും ചെയ്യാമല്ലോ. ചേഞ്ചിനാണ് പോയത്, അത് പേടിച്ചിട്ടാണ് മാറിയുന്നത്. മാർക്കോ സിനിമ നീ വനിത പോയി കാണാതെ ചേഞ്ചിന് മാറി നിന്നാണോ? സിനിമ കാണാൻ പോയ എനിക്ക് പേടിയാന്ന് നീ പറഞ്ഞു. എന്തിന്റെ പേടി കൊണ്ടാണ് വനിത പോകാറുന്നത്? അതിവിടെ അതല്ല, ഇവിടെ ആറാട്ടറിന്റെ കാര്യങ്ങൾ പറ. ആറാട്ടറിനെ പറഞ്ഞതിനെ കുറിച്ചുള്ള അതിന് വേറെ ചോദ്യങ്ങളല്ല ഇവിടെ. അത് വേറെ അല്ലല്ല, ഇവൻ കാണാത്ത അടിയിടി പടം ഇഷ്ടമല്ല. അടിയിടി പടങ്ങൾ ഇഷ്ടമല്ല. കാരണം മുറ എന്ന സിനിമ അവൻ കണ്ടിട്ട് പേടിച്ചിരുന്നു. കാരണം അവൻ എൻ്റെ ഒരു മുറ എന്ന സിനിമയ്ക്ക് റിവ്യൂ പറയാൻ പോലും പുള്ളിക്ക് മടിയായിരുന്നു അവിടെ. അല്ലേ? എന്നാ ഒരു പണി നിപ്പിളുപ്പി കാണിച്ചു കൊടുക്കണം അവന്. അത് കൊടുക്കണം. അപ്പൊ ആറാട്ടനും പറഞ്ഞതിന് പെരേരയ്ക്ക് എന്താണ് മറ്റേ ഇന്നലെ എന്റെ റിവ്യൂ വൈറലായിരുന്നു. മാർക്കോന്റെ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ വന്നിരുന്നു. സ്മാർട്ട് പിക്സ് മീഡിയ അങ്ങനെ ഒരുപാട് ചാനലില് എന്റെ ഫോട്ടോ വന്ന് പ്രചരിപ്പിച്ചിരുന്നു. കാരണം മാർക്കോന്റെ രണ്ടാം ഭാഗത്ത് ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അത് പറയാണ്ടിരിക്കും. അത് ഉണ്ണിമൂന്ന കയ്യിലാണ് ഇരിക്കുന്നത്. അങ്ങനെയല്ല, ഉണ്ണിമൂന്നൻ പറഞ്ഞായിരുന്നു അവിടെ വനിതയിൽ വെച്ച് ഞാൻ കേട്ടായിരുന്നു. എന്തായാലും പുള്ളിക്ക് ഇപ്പൊ കണ്ടന്റ് കാര്യത്തിൽ വരുന്നു. കാരണം കുറെ നാളായിട്ട് പുള്ളി എന്തോ ഭ്രാന്തും പിടിച്ച ആറാട്ടണ്ണൻ IFK പോയേക്കാണ്. IFK പോയപ്പോഴാ എന്താ സംഭവിച്ചത്? പ്രിയദർശൻ സാറും പിന്നെ സുരേഷ് സാറും തിരിഞ്ഞ് ആദ്യം മിണ്ടിയില്ല. ഒരു സെക്കൻഡാണ് കൈ കൊടുത്ത് സംസാരിച്ചത്. പുള്ളിനെ പൊക്കിടുന്ന വിമൽ എന്ന് പറഞ്ഞൊരു നാറി ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് തന്നെ. വിമൽ എന്ന് പറഞ്ഞ നാറി തിരുവനന്തപുരത്ത് റിവ്യൂ പറയാനെടുത്ത മന്നുണ്ട്. അവൻ കാണിച്ചൊരു പോക്കൃത്തര വീഡിയോ ഇന്നലെ കണ്ടു. ആറാട്ടണ്ണനെ ഞാൻ കണ്ടു. ശാന്തിവിള ദിനേശിനെ പിടിച്ചിട്ട് വിമൽ പറയാണ് ആറാട്ടണ്ണനെ അറിയോ എന്നൊക്കെ ചോദിച്ചു. അവൻ ആ വീഡിയോ മോശമാണ് വിമലെ. കാരണം നിന്നെ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കാരണം അത് മോശമാണ്. നീ ആ ആറാട്ടൻ്റെ കൂടെ നിന്നിട്ട് ആ വീഡിയോ എടുത്ത് മോശം. ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന നാറീനെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. കാരണം എന്താ വെച്ചാൽ എന്നെയും ഈ പെരേരനെ കിംബോയിനെ എല്ലാരും കുറ്റം പറഞ്ഞ ടീമാണ്. പിന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. കാരണം കിംബോയ് കാണിക്കുന്നതൊക്കെ കുറച്ച് ഓവറാ. അതെന്തായാലും അത് അവന്റെ വ്യക്തിപരമായ കാര്യം, അത് വിട്. പക്ഷെ ആറാട്ടന് ആ വീഡിയോ എടുത്ത് നിനക്ക് റീച്ച് കിട്ടാനാണ് ഈ മോശമായി പോയത് കേട്ടോ. നീ എൻ്റെ സുഹൃത്താണ് എങ്കിലും ഞാൻ പറയാതെ വിമലിനോട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ കാര്യം, ഈ ആറാട്ടണ്ണൻ ഈ ഇതിനെ കുറിച്ച് പറഞ്ഞതിന് എന്താണ് ഒരു അഭിപ്രായം? ആറാട്ടണ്ണൻ പറഞ്ഞതിൽ എനിക്ക് അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യസ്ഥർ എന്ന സിനിമയെ പറ്റിയാ കളിയാക്കി പറഞ്ഞ പുള്ളി. ഞാൻ കാര്യസ്ഥർ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാ പുള്ളി പറയണത്. ഞാൻ കാര്യസ്ഥർ മാത്രമുള്ള എല്ലാം നമുക്ക് എല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ പറയണേ എന്റെ അഭിപ്രായത്തിൽ. ഞാൻ അയാളൊരു ചെറിയ രീതിയിൽ പറഞ്ഞ കാരണം മറ്റേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പുള്ളി പറഞ്ഞൊരു ലാംഗ്വേജ്. കാരണം മറ്റേ പുള്ളി ലോക സിനിമ കണ്ടിട്ടില്ല. ലോക സിനിമ തിരുവനന്തപുരത്തേക്ക് പോയില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞിരുന്നല്ലോ. ഞാനാ? അല്ല, കുറച്ച് പേര് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. എന്താ സംഭവം? ഞാനിപ്പോ 23 കൊല്ലമായി ജീവിച്ചിരിക്കണം. അപ്പൊ അതിനിടക്ക് ഈ ലോക സിനിമ എല്ലാം കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇപ്പൊ 1500ഓളം മലയാള സിനിമകൾ കണ്ടു തീർത്തിട്ടുണ്ടാവും ഇതേവരെ. കാരണം ടിവിയിലും OTTയിലും പിന്നെ എന്താണ് തിയേറ്ററിലുമായിട്ട് അങ്ങനെ കൂട്ടി ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഞാൻ ആദ്യം കണ്ട ലയനാണ് സിനിമ ദിലീപിന്റെ. പിന്നെ ഏതൊരു സമയത്ത് പുള്ളിയോട് ഞാൻ പറഞ്ഞു പോയി കാര്യസ്ഥനാണ് കണ്ടതെന്ന് ആദ്യമായിട്ട്.
പക്ഷെ പുള്ളി പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യസ്ഥൻ അത്ര മോശം സിനിമയൊന്നും അല്ല. കാര്യസ്ഥൻ ദിലീപിന്റെ കരിയറിലെ 100 ദിവസം ഇഷ്ടമാണ്. ദിലീപിന്റെ 100 ദിവസം ഓടി ദിലീപിന്റെ സൗണ്ട് തോന്നാം എങ്ങനെയുണ്ട് ഉണ്ടപ്പച്ചേട്ടോ അന്ന് വോയിസ് ഒന്ന് ചെയ്യാം പ്രഷർക്ക് വേണ്ടി. അപ്പൊ അത് പാട്ട് പാടുന്നുണ്ടല്ലോ. അണ്ണ ഞാനൊരു സുന്ദരന ഈ ഞാമിനി മേനൊരു കോമനന മിഞ്ഞമണിഞ്ഞ ഞാനുങ്ങന. എന്റെ പെണ്ണു അടുത്ത പാട്ടോളാം. ഞാൻ മൂന്നു ആരോട് കണ്ടാന ഈ ചോദ്യം ആരോട് കേട്ടാന എന്റെ ചന്യ എന്റെ അമ്മോ സിനിമകളുടെ ക്യാമുങ്ങന പണ്ട് ഞാനുടെ വീശന വീശ മണിച്ച ഞാനോട് വ്യാജന എന്നെ ഫോണിൻ്റെ അടി ഞാൻ ക്ഷീണിച്ചപ്പോ മായാമൂലൊരു പാട്ടോട് പാടി നിർത്താം. ഞാനവേളയല്ലാതെ ഞാൻ വെറുതെ സൗണ്ട് दिल के तो जलते मेरे अजको मुझको मी डरते मुझमें आजा डरते मुझको मी. അല്ല വേറെ കാര്യം ബനാറസ് ലാലന്റെ പുതിയ പടത്തിന് പേര് ബെറോസ്. ആ ബനാറസ്. അപ്പൊ ബെറോസിലൊരു പാട്ട് പാടിയല്ലോ മാന്യൻ. ഇത് കറക്റ്റായി പോയില്ല. അത് എങ്ങനെ സംഭവിച്ചത്? പാട്ട് പഠിച്ചാ യഥാർത്ഥമായിട്ട് ഒന്നുകൂടെ മാറിക്കോ പ്രേക്ഷകർക്ക് വേണ്ടി. ഇസബെല്ലയുടെ ഇത് അല്ല ഒരു കമന്റ് വന്നിട്ടുണ്ടാണ് ആ പടത്തിലെ നായിക ചിലപ്പെങ്കിൽ അലിൻ ജോസിനെ വിളിക്കുന്നു ഈ പാട്ട് കേട്ട്. ട്രോള് കാച്ചണ്ട വേറെ വല്ല പറ. അപ്പൊ ലാസ്റ്റ് ആയിട്ട് കാര്യം കൂടെ പറയാം. നല്ല കുത്താട്ടോ മോനെ. അപ്പൊ വേറെ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. നമ്മുടെ ആറാട്ടന് ആ പരിപാടിക്ക് തിരുവനന്തപുരത്തേക്ക് ബ്രൈറ്റിനെയാണ് കൊണ്ടുപോയത്. ബ്രൈറ്റ് അപ്പൊ ഞങ്ങള് കോവളല്ലേ പോയത് ബീച്ചില്. പക്ഷെ ഞങ്ങൾ അതിലും ദൂരെ പോകാനുള്ള പ്ലാനിലാണ് അല്ലേ വരെ. അപ്പൊ ഞങ്ങൾ ആ പരിപാടിക്ക് പോകാത്ത ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ആണോ അല്ലയോ? എനിക്കാണെങ്കിലും ലിച്ചിയുടെ പ്രോഗ്രാം കണ്ടു. പിന്നെ നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ പ്രോഗ്രാമിന് ഞാൻ പോയി. ഇതൊക്കെ ഞാൻ പബ്ലിക്കായിട്ട് പോകുന്ന ഇതിലൊക്കെ പൈസ കിട്ടുന്നുണ്ടോ? പൈസ അല്ലാണ്ട് വിശ്വസ് ഒക്കെ പറയുമ്പോ കിട്ടുന്നുണ്ട്. വിശ്വസിന് ഇന്നലെ തന്നെ ഷിയാസ്ക പറഞ്ഞൊരു കല്യാണത്തിന് പോയി. ഷിയാസ് കരീം പറഞ്ഞ് 2000 കിട്ടി. അതൊക്കെ പൈസ കിട്ടുന്നുണ്ട്. അവര് വണ്ടി കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി ഫുഡ് കിട്ടി. 2000 കോടി കിട്ടണമെന്ന് ആഗ്രഹമില്ല പെട്ടെന്ന് തന്നെ. എന്നാലും ഒരു 1 lakh വരെ കിട്ടുന്ന ആഗ്രഹമുണ്ട്. ഇന്നലെ പെരേര നല്ല രീതിയിൽ ഇന്നലെ ആറാട്ടെണ്ണ തിരുവനന്തപുരത്തേക്ക് ആറാട്ടന് വൈകുന്നേരം ആകുമ്പോ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഗുളിക കഴിക്കണ്ട അതിനെ കുറിച്ചൊന്നും അറിയില്ല. പറഞ്ഞ ഗുളിക കഴിക്കണ്ടെന്ന്. അപ്പൊ ആറാട്ടെണ്ണ പെരേര നല്ല റിവ്യൂവർ ആണ്, നല്ലൊരു പയ്യനാണ്. പിന്നെ അത് മാത്രമല്ല ആറാട്ടെണ്ണ ഇവൻ എന്റെ പ്രായത്തിനടുത്ത റിവ്യൂ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പുള്ളിക്ക് 50 വയസ്സായിട്ടേ ഉണ്ട്. പക്ഷെ എനിക്ക് 23 വയസ്സ് 24 വയസ്സുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ആറാട്ടന ഞങ്ങള് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയില്ല. പുള്ളിക്ക് പെണ്ണ് കണ്ടാത്തതിന്റെ ഒരു തിരുവനന്തപുരത്തേക്ക് അണ്ണൻ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങള് എങ്ങനെയെങ്കിലും ഒക്കെ അടിച്ചു പൊളിച്ച് തിരുവനന്തപുരം കാണാൻ പോകും അല്ലേ? കോവളത്ത് ഷൂട്ടിങ്ങിന്റെ വേണ്ടി നമ്മൾ പോകുന്നതായിരിക്കും. നിഷയുടെ ചെലവില് നമ്മള് പിന്നെ മറ്റേ ഗോവയില് പോണ്ട്. പിന്നെ ഗോവയിൽ പോകും ഞങ്ങൾ. ഗോവയില് കൊറേ പെമ്പിളേരും ഉണ്ടാവും. പിന്നെ പട്ടായയില് പോകും. ഓക്കെ എന്തായാലും സന്തോഷം പെരേര. പെരേര റിവ്യൂ പറഞ്ഞ് മുന്നോട്ട് പോകും. ഓൾ ദി ബെസ്റ്റ് അല്ലേ? ഓൾ ദി ബെസ്റ്റ്.